നമസ്കാരം. ട്രംപിന് ഇന്ത്യക്കാരോട് മൊത്തം ചതുർത്ഥിയാണ്. അവരോട് വെറുപ്പും പുച്ഛവുമാണ്. എന്നാൽ അതേ ട്രംപിന്റെ അമേരിക്കയിൽ ഇന്ന് സിംഹാസനങ്ങളിൽ നിവർന്നിരിക്കുന്നത് ഇന്ത്യൻ ചോരസിരകളിൽ ഓടുന്ന ഭാരതത്തിന്റെ മക്കളാണ്. അമേരിക്കൻ രാഷ്ട്രീയ വേദിയിൽ ഒരു പുതു ചരിത്രമാണ് ഇന്ന് എഴുതപ്പെടുന്നത്. കഴിഞ്ഞ നവംബറിലെ US തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ നേരിടേണ്ടി വന്നത്. ഒന്നും രണ്ടുമല്ല, 3 ഇന്ത്യൻ വംശജരായ ഡെമോക്രാറ്റിക് നേതാക്കൾ അമേരിക്കയിലെ പ്രധാന സ്ഥാനങ്ങളിൽ വിജയം നേടിയത് ട്രംപിന്റെ അഹങ്കാരത്തെയും വിവേചന നയങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയെങ്കിലും പിന്നീട് രാജ്യത്ത് നടന്ന സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിനും പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂയോർക്ക് സിറ്റി, സിൻസിനാറ്റി, വിർജീനിയ തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ മികച്ച വിജയം നേടി. ഈ വിജയങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ വംശജരാണ്. ട്രംപ് പിന്തുണ നൽകിയ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ സോഹാൻ മംഗ്ദാനി വിജയിച്ചത്. ഇന്ത്യൻ അമേരിക്കൻ വംശജനായ മീര നായരുടെ മകനാണ് ഇദ്ദേഹം. വിർജീനിയയിൽ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഗസാല ഹാഷ്മി ഇന്ത്യയിലാണ് ജനിച്ചത്. നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റ് സെനറ്ററാണ് ഗസാല. ലഫ്റ്റനന്റ് ഗവർണർ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ റീഡിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യ മുസ്ലിം ഗവർണറായി ഗസാല ഹാഷ്മി ചരിത്രം കുറിച്ചത്. സിൻസിനാറ്റി മേയറായ അഫ്താബ് പുരിവാൽ പഞ്ചാബുകാരനായ അച്ഛന്റെയും ടിബറ്റൻ അഭയാർത്ഥിയായ അമ്മയുടെയും മകനായി ഒഹായോവിലാണ് ജനിച്ചത്. 2ാം തവണയാണ് അദ്ദേഹം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അർദ്ധ സഹോദരൻ കോറി ബൊമാനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇതിനു പുറമെ US-ലെ മിസോറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 3ാം തവണയാണ് റോബിൻ ഇലക്കാട്ട് ടെക്സാസിലെ മിസോറി സിറ്റി മേയറാവുന്നത്. ഇന്ത്യൻ വംശജരായ നേതാക്കളുടെ ഈ വിജയം മോദിയുടെ ആഗോള സ്വാധീനം എത്രത്തോളം വ്യാപകമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു ശക്തമായ അടയാളമാവുകയാണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് ഇന്ത്യയോട് നടത്തിയ നിരവധി അവഹേളനപരമായ പരാമർശങ്ങളും വിസ നിയന്ത്രണങ്ങളും ഒക്കെയാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹത്തെ ക്ഷുഭിതരാക്കിയത്. ഇന്ത്യൻ ടെക് മേഖലയുടെ വളർച്ചയെ ട്രംപ് ഒരിക്കലും മാന്യമായ രീതിയിൽ കാണാനും അംഗീകരിക്കാനും തയ്യാറായിരുന്നില്ല. അമേരിക്കൻ ജോലികൾ ഇന്ത്യക്കാർ കവർന്നുകൊണ്ടിരിക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവനകൾ ഇന്ത്യൻ പ്രാവീണ്യത്തെയും പരിശ്രമത്തെയും ചോദ്യം ചെയ്തവയായിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി ട്രംപ് തന്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായി വിദ്വേഷത്തെ ആയുധമാക്കി. ഈ നടപടികളെല്ലാം ഇന്ത്യൻ സമൂഹം എത്രത്തോളം ഏകോപിതമായ പ്രതിരോധ ശേഷിയുള്ളവരാണെന്ന് തെളിയിക്കാൻ കാരണമായി. ഇന്ത്യൻ സമൂഹം ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായി പരിഗണിക്കപ്പെടുന്നു. അതിന് പിന്നിലെ പ്രധാന കാരണമാകുന്നത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം തന്നെയാണ്. മോദി ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രത്തിലേക്ക് നയിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഇന്ത്യൻ വംശജരും അതിന്റെ അഭിമാന ഭാരവാഹികളായി മാറിയിരിക്കുന്നു. മോദി അനുസ്മരിപ്പിക്കുന്ന പോലെ ഇന്ത്യൻ ജനത എവിടെയായാലും അവർ ആദ്യം ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. ഈ ആത്മാഭിമാനമാണ് ഇന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വംശജന്മാരെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ വിജയം ട്രംപിനോടുള്ള മറുപടി മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആഗോള വിജയം കൂടിയാവുകയാണ്. ഇപ്പോൾ വിജയിച്ച 3 ഡെമോക്രാറ്റുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകളായി മാറിയിരിക്കുകയാണ്. അവരുടെ വിജയമാർഗം ട്രംപിന്റെ വിഭജിച്ചു ഭരിക്കാമെന്ന രാഷ്ട്രീയ തന്ത്രത്തെ തകർത്തിരിക്കുന്നു. ഇന്ത്യക്കാർക്കെതിരെ നിലകൊണ്ട ട്രംപിന്റെ പ്രസ്താവനകൾ ഇപ്പോൾ അതേ സമൂഹത്തിന്റെ ഐക്യബലത്തിൽ തന്നെ വീണു തകർന്നടിക്കുന്നു. ഈ 3 നേതാക്കളും ട്രംപിന്റെ വിവേചനപരമായ പ്രസ്താവനകളെ തുറന്നു പറഞ്ഞു വിമർശിച്ചു. അവർ മുന്നോട്ട് വന്നത് ഒരു വ്യക്തിയുടേത് മാത്രമായിട്ടല്ല, ഒരു ഐക്യതയുള്ള ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന്റെ ശബ്ദമായാണ്. അതാണ് ഇപ്പോൾ അമേരിക്കൻ ജനതയും കേട്ടത്, സത്യസന്ധതയുടെയും പരിശ്രമത്തിന്റെയും ശബ്ദം. ലോകമെമ്പാടും ഇന്ത്യൻ വംശജന്മാരുടെ ശക്തിയും പ്രതിഭയും ഇന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ട്. ട്രംപിനെ പോലെയുള്ള അഹങ്കാരികളായ നേതാക്കൾ ഈ ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ല. കാരണം ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുന്നത് മതം, ഭാഷ, ജാതി എന്നിവയല്ല, മോദിയുടെ നേതൃത്വത്തിൽ വളർന്ന ദേശീയ അഭിമാനവും ആത്മവിശ്വാസവുമാണ്. മോദി ഇന്ത്യയെ സാങ്കേതിക വിദ്യയിൽ, പ്രതിരോധത്തിൽ, അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ, സാമ്പത്തിക വളർച്ചയിൽ മുന്നോട്ട് നയിച്ചപ്പോൾ ലോകത്തിലെ ഇന്ത്യൻ വംശജന്മാരും അതിന്റെ അനുഭാവികളായി മാറി. അതിനാലാണ് ട്രംപിന്റെ രാഷ്ട്രീയ കളികൾ ഇനി ഫലപ്രദമാകാത്തത്. ട്രംപ് ചെയ്ത രാഷ്ട്രീയ പിഴവുകൾ ട്രംപിനെ തന്നെ പിന്തുടർന്നു തുടങ്ങി. ഇന്ത്യൻ വംശജന്മാരെ അവഗണിച്ച നിലപാട് അദ്ദേഹത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ഇന്ത്യൻ വംശജന്മാരെ മാത്രമല്ല, മറ്റു പല വിഭാഗങ്ങളും ട്രംപിന്റെ അഹങ്കാരത്തിനെതിരെ ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞു. ഇന്ത്യൻ വംശജർ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ കോണിലുമുള്ള ഇന്ത്യക്കാരുടെ മൊത്തം ആത്മാഭിമാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു.
ഈ ഐക്യം തന്നെയാണ് ഇന്ന് ട്രംപിന് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണിയും വെല്ലുവിളിയും. മോദി ലോക സന്ദർശനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ വംശജന്മാർ ഒരുമിച്ച് കൂടുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, മതവ്യത്യാസങ്ങളില്ല. അവിടെ ഒറ്റ മതമേ ഉള്ളൂ, ഇന്ത്യക്കാർ എന്ന അഭിമാനം. ഇതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ള പുതിയ ശക്തി. ഇന്ത്യൻ വംശജർ ട്രംപിന്റെ നാശം വിതയ്ക്കുന്ന രാഷ്ട്രീയത്തെ നിരാകരിക്കുകയും അതേസമയം സമാധാനത്തെയും ഐക്യത്തെയും തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇന്ന് ട്രംപ് നേരിടുന്ന തോൽവി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാവിന്റെയോ തോൽവി മാത്രമല്ല, അതൊരു സംസ്കാരത്തിന്റെ വിജയം കൂടിയാവുകയാണ്. ഇന്ത്യൻ സമൂഹം എത്രത്തോളം ഏകോപിതവും ബുദ്ധിശാലികളുമായിട്ടാണ് മുന്നേറുന്നതെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ സമീപനങ്ങൾ അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് ഒറ്റപ്പെടുത്തി കളഞ്ഞു. മറുവശത്ത് മോദിയുടെ നേതൃത്വം ഇന്ത്യക്കാരെ ലോകമെമ്പാടും ഒന്നിപ്പിച്ചു. ഇന്ന് ട്രംപിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ത്യൻ സമൂഹത്തിന്റെ ഐക്യമാണ്. ഈ ഐക്യം ഇനി വെറും അമേരിക്കയിലല്ല, ആഗോള രാഷ്ട്രീയത്തിലുമാണ് പ്രതിഫലിക്കാൻ പോകുന്നത്. ഇനി ട്രംപും കാതോർക്കും. ട്രംപിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ഇന്ത്യക്കാരന്റെ ഒരു മൂളൽ കൂടി കേൾക്കാൻ വേണ്ടി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച